നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി അങ്ങനെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസം അതിൻ്റെ പോസിറ്റീവ് മൊമെൻറ്റം അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റി. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ നിഫ്റ്റിയും സെൻസെക്സും എല്ലാ ഇൻഡെക്സും തന്നെ പോസിറ്റീവിൽ ക്ലോസിംഗ് നടത്തി. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി പോലെ തന്നെ വളരെ സമാധാനപരമായ രീതിയിൽ, വളരെ കാമായ രീതിയിൽ സെൻസെക്സും എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് യു എസിൽ നിന്ന് പ്രധാന ഈവൻറ്റുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. യു എസിൽ നിന്ന് കോർ റീറ്റെയിൽ സെയിൽസ് ഇന്ത്യൻ സമയം 7 മണിക്ക് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2000 എന്ന നിലയിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ്. ബിറ്റ് കോയിനും 51,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായ രീതിയിൽ ബിറ്റ് കോയിൻ റാലി രേഖപ്പെടുത്തിയാൽ വലിയൊരു ഫോൾ ഉണ്ടാവാറുണ്ട്. ഈ തവണ അങ്ങനെ ഒരു ഫോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ജപ്പാൻ മാർക്കറ്റും അതുപോലെ തന്നെ ഏകദേശം ഒരു 30 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ജപ്പാൻ മാർക്കറ്റ് ആ ഒരു ഹൈ ആയ റേഞ്ചിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് ഫോളൊന്നും ആയിട്ടില്ല. അതായത് മാർക്കറ്റ് റാലി ചെയ്തതിലും കൂടിയും മാർക്കറ്റിൽ ഉള്ള ആ ഒരു ചാഞ്ചാട്ട സാധ്യതകളും ആ ഒരു വോളറ്റിലിറ്റിയും ആ ഒരു പേടിയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 16 നമ്മുടെ ഇലക്ഷൻ വരുന്നത്. അതുവരെയൊക്കെ ഈ ഒരു വിക്സ് ഇതുപോലെ തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് പഠിക്കാം. തുടർന്ന് 6 മാസത്തെ സപ്പോർട്ടും ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് സമയത്ത് കൊച്ചി ഓഫീസിൽ വരാൻ നിങ്ങൾക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. പ്രീ മാർക്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താണ് ഗ്യാപ്പ് അപ്പ് 22,000 മുകളിൽ നിഫ്റ്റി ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്ത് പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റി നൽകിയിട്ടില്ല. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്ന് 121 പോയിൻറ്റ്, സെൻസെക്സ് 365 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 150 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കി. NSEയിൽ 1300 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 800 കമ്പനിയിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളൂ. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ന് വിപ്രോ 4.5%, വിപ്രോയൊക്കെ 541 എന്ന റേഞ്ചിലെത്തി. 340 വിപ്രോ ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ വിപ്രോ 700 വരെ പോയതാണ് നമുക്കറിയാം. SBI ലൈഫ് 4% റാലി, MNM 4% റാലി ഉണ്ട്. ന്യൂസ് ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. അദാനി പോർട്ട് 3.5% റാലി, മാരുതി സുസുക്കി 2% റാലി രേഖപ്പെടുത്തി. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് പവർ ഗ്രിഡ് 2.5%, FMCG ജയിൻറ്റ് കമ്പനിയായിട്ടുള്ള ബ്രിട്ടാനിയ 0.5%, ONGC, റിലയൻസ്, SBI തുടങ്ങിയ കമ്പനീസ് സ്ലൈറ്റ്ലി ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനർജി സെക്ടറും PSU ബാങ്കും മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ സെക്ടേഴ്സും തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. 2.5% റാലി ഉണ്ട്. ഇന്ന് നിഫ്റ്റി 50 അല്ലാതെയുള്ള കമ്പനീസിൽ മികച്ച പ്രകടനം വെച്ചിട്ടുള്ളത് നാറ്റ്കോ ഫാർമയാണ്. 15% റാലി. നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത ന്യൂസായിരുന്നു. NIACയിൽ 16% റാലി. റൈനും JECRയും ഡേറ്റ പാർട്ടേഴ്സും എല്ലാം തന്നെ 9 മുതൽ 12% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വെച്ച് പിടിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 46 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ്. ഇന്ത്യ വിക്സ് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വലിയൊരു ഫോളൊന്നും ഉണ്ടായിട്ടില്ല, 15.22. ബിറ്റ് കോയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നില്ല. റഷ്യൻ മാർക്കറ്റ്, FTSE, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിലാണുള്ളത്. നിക്കി ജപ്പാൻ മാർക്കറ്റ് സ്റ്റിൽ 352 പോയിൻറ്റിൻ്റെ റാലി. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2,005 പെർ ഔൺസ് എന്ന നിലയിലാണുള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കിൻ്റെ ന്യൂസിൽ ആദ്യം MNM, രാജ്യത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തൊരു കമ്പനിയാണ്. MNMൽ തന്നെ താറ് വന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം. അന്ന് തൊട്ടേ നമ്മൾ ഈ MNMനെ വളരെയധികം പുകഴ്ത്തിയും അല്ലെങ്കിൽ MNMൻ്റെ പല ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ സമയങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. MNM ഇപ്പോൾ ഇന്ന് ഒരു 5% റാലി നമ്മൾ കണ്ടിരുന്നു. പ്രധാനമായിട്ടും വോക്സ്വാഗണായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ മേഖലയിൽ ഇരു കമ്പനികളും ധാരണയാകുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇന്ന് പേടിഎം ലോവർ സർക്യൂട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. പക്ഷേ പേടിഎമ്മിനെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. പേടിഎം ഷെയർ പ്രൈസ്
ഓക്കെ, ഇന്ന് ലോവർ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പേടിഎം ഇന്ന് 5% റാലി രേഖപ്പെടുത്തി 16 പോയിന്റിന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പേടിഎം. ഞാൻ ഇന്നലെ പേടിഎം ലോവർ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഒരു സംശയം കാരണം പെട്ടെന്ന് നോക്കിയതാണ്. ഓക്കെ, പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ഒരു ഫാസ്ടാഗ് എല്ലാം തന്നെ നമ്മുടെ കാറുകൾക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓതറൈസ്ഡ് പേയ്മെൻറ്റ് ലെൻഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ നിന്ന് പേടിഎമ്മിനെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ളത്. എൻട്രോ ഹെൽത്ത് ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. 1258 രൂപയായിരുന്നു ഇവരുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1249, ഏകദേശം 9% ഫോൾ ആയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് സ്മാർട്ട് ട്രക്കുകളെല്ലാം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓറോമിൻഡോ ഫാർമ 3% സ്പൈക്ക് ഉണ്ടായിരുന്നു. US ട്രക്ക് കൺട്രോൾ അതോറിറ്റി തെലങ്കാനയിൽ ഇവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. പ്രത്യേകിച്ച് ഒബ്സർവേഷൻസ് ഒന്നും റൈസ് ചെയ്തിട്ടില്ല. ഡേറ്റ പാറ്റേഴ്സൺ 1200 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് 10% റാലി രേഖപ്പെടുത്തിയത്. ഏവിയേഷൻ സെക്ടറിൽ 13% എയർ ട്രാഫിക് പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സ്പൈക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഈ ഒരു മൂവ്മെൻറ്റിലുള്ളത്. വിശദമായിട്ടുള്ള നമ്മളുടെ സൺഡേ മാർക്കറ്റ് ഔട്ട്ലുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു കിടിലൻ വീക്കെൻഡ്. ശനിയാഴ്ച ഞായറാഴ്ചയും വീക്കെൻഡ് ആസ്വദിക്കുക. ഞായറാഴ്ച ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് നേരിൽ കാണാം. പല ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. വരുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം, സീറ്റ് ബുക്ക് ചെയ്യാം. താങ്ക് യു ഓൾ.